ഫൈബ് ഫുഡ് ചെയ്യുമെന്ന് വെച്ചിട്ട് കുഞ്ഞുമോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയതാ. റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞില്ലേ നമുക്ക് ഇനിയും കയറി വിളിക്കാനുള്ളതാണ്. ഞാൻ വിളിക്കുന്നില്ല, ഇഷ്ടം ഉള്ളപ്പോൾ വാ സുനാമി എന്നെ ആദ്യം കൊണ്ടുപോകുന്ന പറയുന്നത്. നൗഫൽ ബ്രോ എന്നാ കുഞ്ഞുമോള് കയറിക്കോട്ടെ. കുഞ്ഞുമോള് ഇറങ്ങിയാണോ? ഞാൻ വരാം. ഞാൻ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ ശരി, തീർച്ചയായിട്ടും. ഓക്കെ ബ്രോ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ അടുത്ത ആരാന്ന് വെച്ചാൽ കേറിക്കോട്ടാ. ഡാർക്ക് മാൻ 3:30 2 റൗണ്ട് ഓടണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുഞ്ഞുമോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് സുനാമി ബില്ല എവിടെയാണെന്ന് പറ, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ആണോ ഓടുന്ന സ്വഭാവം ഉണ്ടോ എന്ന് വെച്ചാൽ കുഞ്ഞുമോൾ ഹായ് നിമിഷ എന്ന് പറഞ്ഞിട്ട് അച്ചു ചേച്ചി മറ്റേ മേഘന എവിടെ പോയി? മേഘന എന്താ പാട്ട് പാടാൻ കയറാന്ന് പറഞ്ഞിട്ട് കയറിയില്ലല്ലോ. ബില്ല നിനക്ക് പാട്ട് പാടണമെന്നുണ്ടെങ്കിലും കേറാട്ടോ. അച്ചു ചേച്ചി ഡാർക്ക് മാൻ ചിരിക്കുന്നുണ്ട്. ബില്ല വില്ലൻ സുനാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചു ബില്ല ബ്രോ എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കുന്നത്. സുജി ബ്രോ തന്നെയാണ് തെറി വിളിക്കുന്നത്. കുഞ്ഞു മൈൻഡില്ലാന്ന് സുനാമി പറയുന്നുണ്ട്. ഡാർക്ക് മാൻ ആരുട്ടി കുട്ടി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ലിയോ കണ്ണും നാച്ചു ഇടയ്ക്ക് മുങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. നാച്ചു ലിയോനെ വിളിക്കുന്നുണ്ട്. ലിയോ നാച്ചുവിനെ വിളിക്കുന്നുണ്ട്. സാത്തുവിനെ വിളിക്കുന്നുണ്ട്. സുനാമി ലിയോനെ വിളിക്കുന്നുണ്ട്. ജഹാന വ്ലോഗ്സ് ആയി പറയണ്ട്. ലിയോ സുനാമിനെ വിളിക്കുന്നുണ്ട്. കുഞ്ഞു കേറി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞുണ്ട്. സുജി ബ്രോ എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്നറിയാൻ പോയതാ. എന്നെ അന്വേഷിക്കില്ല എന്ന് മനസ്സിലായി. സുനാമി താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിയോ ജഹാന ഹായ് എന്ന് പറയുന്നുണ്ട്. ലിയോ എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് പാട്ടാണ് സുജി എന്ന് ചോദിക്കുന്നുണ്ട്. ആശയ ഞാൻ കുഞ്ഞോളെ ഏത് പാട്ടാണ് സുജിയുടെ അടുത്ത് പറയട്ടാ. ആശയ ഞാൻ വിളിച്ചിരുന്നു കണ്ടോ ആവോ എന്ന് പറയുന്നത്. ഞാൻ പോയില്ല എന്ന് അരുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കർട്ടൻ താത്താൻ നിർത്തിയേക്കണ 2 ഇവിടെ മുങ്ങിയിരുന്നു. ലിയോ എന്ന് പറഞ്ഞിട്ട് ബില്ല പാട്ടോ ഞാൻ എല്ലാവരോടും ഞാനൊക്കെ പാടുന്നത് എന്താ വെച്ചാ കസാപ്പ് ശാലയിലെ വെട്ടിയിട്ടേക്കണ ഇറച്ചി വരെ കൂടിയിരുന്നിട്ട് ഓടും. ലിയോ കിടപ്പിലാണ് നാച്ചു എന്ന് പറഞ്ഞിട്ട്. ആർക്കും നാച്ചു കേറി എനിക്കൊരു പാട്ട് പാടിത്താന്ന് പറഞ്ഞിട്ടുണ്ട്. സുനാമി പോയി അമ്മനെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചു ഞാൻ കരുതി നീ ഉറങ്ങിയെന്ന്. പാവമല്ലേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ എന്ന്. സുനാമി ആശയനെ വിളിക്കേണ്ട. ആരോട്ടി ഇവിടെ സ്റ്റക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിയോ കുഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗുളിക 3 കഴിക്കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡാർക്ക് മാൻ ലിയോനെ വിളിക്കണ്ട. കേറ് സുജി ബ്രോ എന്തേലും തന്നെ. ആരുട്ടി ഫോണിൽ ചാർജ് ആയാ? സുജി ഏതാ പാട്ടെന്ന് പറ. ഒരു പൂ മാത്രം ചോദിച്ചു. ഓക്കെ. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു. ആ പാട്ട്. ഓക്കെ. ബില്ല പാടിക്കോ. പാട്ട് കുളമായാൽ ഞാൻ എത്തിയിരിക്കും കടലായിട്ട്. ഓക്കെ. 3 വിട്ട് കളിയില്ല അല്ലേന്ന് വെച്ചിട്ടുണ്ട്. കുഞ്ഞോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കുഞ്ഞുവിന്റെ ഇത് നമുക്കൊരു ചാനലാക്കി മാറ്റിയാലോ? നല്ലോണം പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. അതേപോലെ പാട്ടൊക്കെ പാടിയിട്ടൂടെ? ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല, ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ഒരാളിനെ കൂട്ടാക്കാൻ പറയണില്ല. അങ്ങനത്തെ ഒരു ഡയലോഗും കുഞ്ഞുവിന്റെ അവിടുന്ന് വന്നിട്ടില്ല. അപ്പൊ കുഞ്ഞുവിന് ഭാവിയിൽ ഇപ്പൊ എന്തായാലും നല്ല ഇതുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു കുഞ്ഞ ഷോട്ടൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ പാട്ടൊക്കെ പാടിയിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒരു ലൈവ് ഒക്കെ നടത്തി ഓക്കെ. നമ്മുടെ കുഞ്ഞിമോളിനെ ഞാനിവിടെ പിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇപ്പൊ ഉള്ളത് ഒരു ഐഡിയ ആയിട്ടാണ്. പറ്റുന്നവരൊക്കെ ഒരു സബ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ ഒരു ചാനൽ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം സ്റ്റാർട്ടിങ് ആയിട്ട് കുറച്ച് സബ് നമുക്ക് കൊടുക്കാം കേട്ടാ. എടുത്തിട്ടേക്കാം. എങ്ങാനും ഭാവിയിൽ ഇപ്പൊ കുഞ്ഞുവിന് ചാനൽ തുടങ്ങാനുള്ള ഒരു ഐഡിയ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ വക ആയിട്ടിരിക്കട്ടെ സബൊക്കെ അല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് നമ്മുടെ കുഞ്ഞുവിന് 0 സബാണ് കേട്ടാ. നമ്മളെല്ലാരും അങ്ങോട്ട് സബ് ചെയ്ത് കൊടുക്കാം. ഒന്നും കാണാനൊന്നുമില്ല അതിനകത്ത്. സബ് അടിക്കാം, പോരാ, അത്രേ ഉള്ളൂ. പിന്നെ അന്നാ കുഞ്ഞു ആ സുജിയുടെ ഒരു പൂവ് അങ്ങോട്ട് കൊടുത്തേക്ക്. ഒരു പൂ മാത്രം ചോദിച്ചു